മാന്യതയുള്ള ആളായിരുന്നെങ്കിലേ എന്നോടൊന്ന് സംസാരിക്കായിരുന്നു. ഒന്നൊരു നാത്തൂനല്ലേ. നിങ്ങളൊക്കെ ഇത്ര ചീപ്പാണോ? എന്തൊരു കഷ്ടമാ. മക്കളെ പൊന്നുപോലെ നോക്കിയിട്ട് വേറെ വീട്ടിൽ അയക്കുമ്പോ ഇതാണ് അവസ്ഥ. നീ ഒരുപാട് ലേറ്റ് ആയല്ലോ, എന്തു പറ്റി? ഇത് വല്ലാത്തൊരു ദിവസമായിരുന്നു. 4:30 ഇറങ്ങാൻ പറ്റില്ലേ. 4:15 ആകുമ്പോഴാണ് ചെയർമാനും പിന്നെ വേറെ കുറെ പേർക്ക് വരുന്നത്. അത് കഴിഞ്ഞൊരു പെട്ടെന്നൊരു മീറ്റിംഗ്. 5-5:15 വരെ മീറ്റിംഗ് കഴിഞ്ഞു. പിന്നെ അവിടുന്ന് സ്കൂൾ പിള്ളേരെ തിരക്കൊക്കെ ആയിട്ട് ബസ് കിട്ടാൻ എത്ര റിസ്ക് എടുത്തെന്ന് അറിയോ? നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴും ട്രെയിന് മിസ്സായി. പിന്നെ അവിടുന്ന് ഓട്ടോ വിളിച്ച് സ്റ്റാൻഡിൽ ചെന്ന് അവിടുന്ന് ബസ് കയറി ഇവിടെ എത്തി. പിന്നെ ഇങ്ങോട്ടേക്ക് ബസ് ഉണ്ടോ? 2-3 മണിക്കൂർ കൂടണം ഒരു ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറെ നേരം കാത്തു നിന്ന് അതിന് കയറി വന്നതാ. സത്യം പറഞ്ഞാൽ മതിയായി. എന്തൊരു ദൂരം അത്. എന്നാലും ഇവന്മാരൊക്കെ എന്ത് മനുഷ്യന്മാരാ. ചെയർമാനാണെന്ന് വിചാരിച്ചിട്ട് ബാക്കി സ്റ്റാഫിന്റെ ടൈമും കൂടെ നോക്കണ്ടേ? നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അവിടെ വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവൻ ഫ്രീ ആകുമ്പോൾ നേരെ വന്നിട്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ. എന്തെന്നാ അത്? എവിടെ നടക്കും ഇതൊക്കെ? പറഞ്ഞിട്ട് എന്താ കാര്യമായിട്ടാ? പ്രൈവറ്റ് സ്ഥാപനമല്ലേ, അവരെ റൂൾസിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തല്ലേ പറ്റൂ. പിന്നെ ജോലി വേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ, അല്ലാണ്ട് അവരുടെ അല്ലല്ലോ. നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ 100 ആൾക്കാർ അവർക്ക് വേറെ കിട്ടും. അതൊക്കെ ശരിയാണ്. എന്നാലും നിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. നീ എത്ര ദൂരത്ത് ഓഫീസിലേക്ക് പോകുന്നത്? നീ മാത്രമാണോ? എത്ര സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഒരുപാട് പേര് ദൂരത്ത് നിന്നല്ലേ വരുന്നത്. ഇതിപ്പോ ഒരു ദിവസം ആഴ്ചയിലൊക്കെ ആണെങ്കിൽ പോട്ടെ നിൽക്കുക. അവരെ കുറ്റം പറഞ്ഞൊന്നും ഒരു കാര്യമില്ല ഏട്ടാ. അവരുടെ കമ്പനി ഡെവലപ്മെന്റിൽ അവർ നോക്കൂ. പിന്നെ നമ്മൾ ഈ സ്റ്റാഫ് ഓട്ടോയിലാണോ വരുന്നത്, ബസ്സിലാണോ വരുന്നത്, ട്രെയിനിലാണോ, എത്ര കിലോമീറ്റർ ആണെന്നൊക്കെ അവരറിയേണ്ട കാര്യമുണ്ടോ? ഇതിപ്പോ എന്താണെന്നറിയോ? ഒന്നാമത് ഇങ്ങോട്ടേക്ക് ബസ്സില്ല. പിന്നെ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും പലപ്പോഴും ട്രെയിനിന് മിസ്സാവും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. രാവിലെ തന്നെ 5:45 ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണം. എന്നാലാണ് അവിടെ കറക്റ്റ് 8-9 മണിയാകുമ്പോഴേക്ക് എത്താൻ പറ്റുക. ട്രാഫിക് ബ്ലോക്കും ഒക്കെ കഴിഞ്ഞിട്ട് കുറെ പേര് കാറിലൊക്കെയാ വരുന്നത്. കാറൊന്നും വേണ്ട, ഒരു സ്കൂട്ടറെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാ പിന്നെ നമുക്കൊരു സ്കൂട്ടർ വാങ്ങാം. എന്റെ ഫ്രണ്ട് ഒരു ഷോറൂമിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ അവരെന്നെ ശരിയായിക്കോളും. നമുക്ക് വലിയ തലവേദനയൊന്നുമില്ല. എന്നാ ഈ ആഴ്ച വാങ്ങാൻ നോക്കാല്ലേ? അങ്ങനെയാണെങ്കിലേ ഈ യാത്രേനെ കുറിച്ചുള്ള ടെൻഷൻ ഇല്ലല്ലോ. സമാധാനത്തോടെ പോയി വരാം. നിക്കട്ടാ, ഞാനിപ്പം വിളിക്കാം. എന്തിന്? ഇവിടെ 2-3 മാസമല്ലേ ജോലിക്ക് തുടങ്ങിയിട്ട്, അപ്പോഴേക്കും 1-1.5 ലക്ഷത്തിന് വണ്ടി വാങ്ങിക്കണം. അതുകൊണ്ടല്ലേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലേറ്റ് ആയിട്ടല്ലേ വരുന്നത്. എന്നത് മാത്രമല്ല, രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് പോകണം. ബസ്സിലേക്ക് എന്താ തിരക്കെന്ന് വെച്ചത്. അപ്പൊ ഒരു സ്കൂട്ടി ഉണ്ടെങ്കിൽ പിന്നെ വളരെ ഈസി ആയില്ലേ. അതുകൊണ്ടാ. പിന്നെ ഇവിടുത്തെ എല്ലാ പെണ്ണുങ്ങളും ജോലിക്ക് പോകുന്നുണ്ട്. എല്ലാവരും കാറിലും സ്കൂട്ടിലാണല്ലോ പോകുന്നത്. നമ്മുടെ തൊട്ട വീട്ടിലെ പെൺകുട്ടി, അപ്പുറത്തെ മിനി, അപ്പുറത്തെ പെൺകുട്ടി, ഇവിടുത്തെ എല്ലാ പെൺകുട്ടികളും ബസ്സിന് തന്നെയാണ് ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും കാറിലും ബൈക്കിലൊന്നും അല്ലേ പോകുന്നത്. ആ രാജേഷിന്റെ ഭാര്യ പ്രിയങ്ക നിന്നെക്കാളും വലിയ ഓഫീസിലെ ജോലി ചെയ്യുന്നത്. ആ കുട്ടി അടക്കം ബസ്സിനെ പോയിട്ട് വരുന്നത്. മറ്റുള്ളവരുടെ കാര്യം ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ? അമ്മയൊന്ന് പോയി നോക്കണം. ഇങ്ങനെ ട്രെയിനിനും ഓട്ടോയിലും ബസ്സിലൊക്കെ ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ മനസ്സിലായിക്കോളും. നമ്മൾ സ്കൂൾ കുട്ടികളെ നല്ല തിരക്കും ഉണ്ടാവും. പല ബസ്സുകളും നിർത്താറുമില്ല. പിന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലും ഒരു ബസ്സും കിട്ടില്ല, ഓട്ടോയും കിട്ടില്ല. നല്ല കഷ്ടപ്പാടാ. എന്നിട്ട് ബസ്സിലും ഓട്ടോയിലും ട്രെയിനിലൊന്നും ഒരു ജോലിക്കാരും ഇല്ല. വെറും സ്കൂൾ പിള്ളേരെയും കൊണ്ടാണല്ലോ അവർ പോകുകയും വരികയും ചെയ്യുന്നത്. ഇതിപ്പോ 2 റുപ്യ സമ്പാദിച്ചു വരുമ്പോ അപ്പോഴേക്കും എനിക്ക് വണ്ടി വേണം, കാറ് വേണം, വലിയ വലിയ വിചാരങ്ങളൊക്കെ ആയി. നീ ഇവിടെ പറയുന്നത് കേട്ട് തുള്ളാൻ നിൽക്കണ്ട. ഇപ്പൊ കയ്യിലുള്ള പൈസ മുഴുവനും കളയേണ്ട വഴിയാണ് ഇപ്പോൾ അവള് പറയുന്നത്. അതിന് ഇവൾക്ക് പ്രൈവറ്റ് ജോലിയല്ലേ, അതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഇപ്പൊ പോയി 1-1.5 ലക്ഷം കൊടുത്ത് വണ്ടി വാങ്ങിച്ചു. നാളെ ജോലി പോയാലോ? വെറുതെ വണ്ടി ഇവിടെ കിടപ്പായോ? പൈസ പോകുകയും ചെയ്തോ? എന്റെ ജോലിനെ കുറിച്ച് ആലോചിച്ച് അമ്മ ടെൻഷൻ അടിക്കണ്ട. അഥവാ അത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ ജോലി കണ്ടുപിടിക്കാനൊക്കെ എനിക്കറിയാം. അല്ലെങ്കിൽ അമ്മ എന്തിനത്ര ടെൻഷൻ അടിക്കണേ? ഞാൻ അമ്മേനോട് പൈസ ചോദിച്ചോ? വന്ന് കേറിയില്ല. ഇപ്പൊ തന്നെ എന്റെ നിന്റെ എന്നുള്ള വർത്തമാനമൊക്കെ ആയി. ഇതൊക്കെ ഏതുവരെ പോകും? അമ്മ ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞൊന്നും അല്ല. അമ്മ ഒരു ദിവസം പോയി നോക്കണം, അപ്പ അറിയാം. ഞാൻ എത്ര നേരത്തെയാണെന്നറിയോ പോകുന്നത്? അവിടെ വെറുതെ ഇരുന്നിട്ട് വരുന്നതല്ല, കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടാ വരുന്നത്. വരുമ്പോഴത്തേക്കും ബസ്സിലും ട്രെയിനിലും അത്രയും തിക്കും തിരക്കും. നമ്മുടെ വീട് ഒരുപാട് ഉള്ളോട്ടാ. ഇവിടെ എത്തിപ്പെടണമെങ്കിൽ കുറച്ച് നല്ല റിസ്ക് ഉണ്ട്. എന്തുകൊണ്ടാണ് റിസ്ക്? ഓഫീസ് കഴിഞ്ഞ് നേരെ വീടെത്തണം. ഇത് ഹോട്ടലിൽ പോകാനും ജ്യൂസ് കുടിക്കാനും കറങ്ങി നടക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിലേ വീടെത്തുമ്പോ സമയം വൈകും. അപ്പോഴാ റിസ്ക് ആയി തോന്നുന്നത്. കറങ്ങി നടക്കാനോ? ഇവളെവിടെ കറങ്ങി നടന്നു? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. വേണ്ട പറഞ്ഞിരുന്നതാ. അപ്പൊ എന്നെ കൊണ്ട് പറയിപ്പിച്ച് 2-നും അടങ്ങുള്ളൂ. ഇപ്പൊ സുരഭി മോളി വിളിച്ചതാ. ഇവളുടെ കൂട്ടുകാരികളെ കൊണ്ട് ഹോട്ടലിരുന്ന് അർമാദിക്കണത്രേ. അവളും അവളുടെ വീട്ടുകാരും കൂടി ആ ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറിയതാണത്രേ. അപ്പോഴാണ് അവിടെ ഇവളെ കണ്ടത്. നാണക്കേടല്ലേ അവളുടെ വീട്ടുകാരുടെ മുമ്പിൽ വീട്ടുകാരെ കണ്ടു എന്ന് പറഞ്ഞാ. അത് കാരണം അവളെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ഹോട്ടലിലേക്ക് പോയി. അത് ശരി. അപ്പൊ നീ വെറുതെ അല്ലല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിലേക്ക് വൈകി വരുന്നത്?
പാർട്ടിയും കറങ്ങലും എല്ലാം കൂടെ കഴിഞ്ഞിട്ടാ വരുന്നല്ലേ? ജോലി കഴിഞ്ഞ് വരുമ്പോൾ അത്ര ക്ഷീണം തോന്നുന്നുണ്ടോ എന്ന് ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയത്, അല്ലാണ്ട് പാർട്ടി നടത്താനല്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളും കയറാറുണ്ടല്ലോ ഇങ്ങനെ ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ. അന്നേരം അതൊന്നും വലിയ വിഷയമല്ല. അമ്മ എന്താ പറഞ്ഞേ? എന്നെ എന്റെ ഫ്രണ്ട്സിനെയും ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോ അമ്മേന്റെ മോക്ക് ഭയങ്കര നാണക്കേടായിരുന്നു അല്ലേ? എന്നിട്ട് വേറെ ഹോട്ടലിലേക്ക് പോയിന്ന്. അത്രയ്ക്ക് മാന്യതയുള്ള ആളായിരുന്നെങ്കിലേ എന്നോടൊന്ന് സംസാരിക്കായിരുന്നു. ഒന്നൊരു നാത്തൂനല്ലേ. നിങ്ങളൊക്കെ ഇത്ര ചീപ്പാണോ? എന്താണ് നീ പറഞ്ഞത്? ഞാൻ എന്റെ മോള് ചീപ്പാണെന്നോ? കേട്ടിട്ടാ നീ ഇവള് പറഞ്ഞത്? വാങ്ങിക്കൊടുക്കും സ്കൂട്ടി, എന്നിട്ട് വേണം നാട് മുഴുവനും കറങ്ങട്ടെ, എന്നിട്ട് എല്ലാവരും ഇവിടെ വന്ന് പറയട്ടെ നിന്റെ ഭാര്യനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നുള്ളത്. ആ പേര് ദർശനം എനിക്ക് വേണോ? കുടുംബത്തിന് നാണം കെടുത്താൻ വേണ്ടി ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുക ഇവള്. അങ്ങനെ പേര് ദോഷം കേൾപ്പിക്കലും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കലും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യമായിരിക്കും. ആ കൂടുതൽ എന്നെ പെടുത്തണ്ട. കേൾക്കണം, എനിക്കിത് തന്നെ കേൾക്കണം. അന്ന് ഇവളുടെ കുടുംബത്തിലേക്ക് കട്ടിലെ ഷെൽഫ് വാങ്ങിയിട്ട് പോയില്ലേ, അപ്പൊ ഞാൻ ഒന്നും മിണ്ടാതെ ഒന്ന് കേട്ടിരുന്നില്ലേ? അതിനുള്ള കൂലിയാണ് ഇപ്പൊ എനിക്ക് ഇവൾ തന്നത്. എനിക്കിതൊന്നും പോരാ, ഇനി കേൾക്കണം എനിക്ക്. ഇവൾ ആരാണ്? നീ തൽക്കാലേ സ്കൂട്ടർ വാങ്ങിയിട്ട് ലോകം ചുറ്റാൻ നിൽക്കണ്ട, ബസ്സിന് തന്നെ പോയാൽ മതി. ലോകം കറങ്ങണോ വേണ്ടതെന്നുള്ള രണ്ടാമത്തെ കാര്യമല്ലേ. ഇപ്പൊ എനിക്കൊരു സ്കൂട്ടർ വേണം, അതിന് നിങ്ങളുടെ അനുവാദം ഒന്നും ആവശ്യമില്ല. എനിക്ക് പോയി വാങ്ങാൻ അറിയില്ല. വരയ്ക്കാൻ വരാ ഒരു അമ്മയും മോനും വന്നിരിക്കും. ഇവളിങ്ങനെ തലേ കയറാൻ വിട്ടിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കില്ലല്ലോ. എന്താച്ചാ വെള്ളം മോള് ഇതെന്താ വെച്ചാ? മോളുടെ പിറന്നാളല്ലേ, മോള് മറന്നോ? ആ, ഞാൻ ആ കാര്യം ഓർത്തില്ല. ഇത് പായസാ? അമ്മ തന്നു വിട്ടാ. അമ്മയ്ക്ക് ഒരു സമാധാനമില്ല മോളെ. എല്ലാ വർഷവും ആവശ്യത്തിന് മോളെ. രാവിലെ നേരത്തെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ട് തരാൻ ഏൽപ്പിച്ച മോളെ. മോളെ അമ്പലത്തിനും പോയില്ല? ഇല്ല അച്ഛാ, ഞാൻ അമ്പലത്തിലൊന്നും പോയില്ല. പിറന്നാളാണെന്നുള്ള കാര്യം മറന്നുപോയി. ഇതെന്താ ഈ വഴിക്കൊക്കെ? മോളെ കൂട്ടിട്ട് പോകാൻ വന്നതാണോ? അയ്യോ അല്ല, മോളുടെ പിറന്നാളാ, കുറച്ച് പായസം കൊണ്ടുവന്നതാ. അതെന്താ ഞങ്ങൾക്ക് ഇവിടെ പായസം ഉണ്ടാക്കാൻ ഒരു ഗതിയില്ല, നിങ്ങളുടെ മോള് വിളിച്ചു പറഞ്ഞോ? ഇല്ലല്ല, മോളൊന്നും വിളിച്ചു പോയിട്ടില്ല. ഇന്നത്തോട്ട് പറയാ അവളുടെ അമ്മ കുറച്ച് പായസം കൊണ്ട് കൊടുക്കുന്നു, അങ്ങനെ വന്നതാ. ഇവിടെ സ്വഭാവം വെച്ചിട്ട് അതൊക്കെ പറയേണ്ടതാണല്ലോ. ഞാൻ വിചാരിച്ചു എല്ലാ അറിഞ്ഞെങ്കിലും ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണെന്നുള്ളത്. എന്തു പറ്റി? മോളുടെ ഭാഗത്ത് തെറ്റു പറ്റിയോ? തെറ്റ് പറ്റുന്ന നിങ്ങൾ താഴ്മയോടെ ചോദിക്കുന്നത്, അത് മാത്രം ഇവൾക്ക് പറ്റുന്നുള്ളൂ. ഒരക്ഷരം നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ഒന്ന് പറഞ്ഞാൽ 9 തിരിച്ചു പറയാ. എന്താ പ്രശ്നം മോളെ? നിങ്ങൾ എന്തിനാ അവളോട് ചോദിക്കുന്നത്? അവള് പറയോ ഞാൻ ഇന്നെ വാക്കൊക്കെ ഞങ്ങളെ പറഞ്ഞു എന്നുള്ളത്? ഇവൾക്ക് ഞാനും എന്റെ മോള് ചീപ്പാണത്രേ, പിന്നെ എന്റെ മോളിൽ കിഴങ്ങനും. ഏതെങ്കിലും വീട്ടിൽ നടക്കും വേണ്ടി വർത്താനം? ഇവളെ സ്വഭാവം നേരത്തെ അറിഞ്ഞതാണെങ്കിൽ എന്റെ മോനെ കൊണ്ട് ഇവളെ കെട്ടിക്കില്ലായിരുന്നു. എത്ര നല്ല നല്ല ബന്ധങ്ങൾ വന്നതാണ്, എല്ലാം വേണ്ട വെച്ചു. എന്നിട്ടാണ് ഈ താടകൻ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നത്. പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല, പെട്ടുപോയി ഞങ്ങള്. ഞാൻ അത്രേ പറയാനുള്ളൂ. എന്താ മോളെ അമ്മ ഇങ്ങനെ പറഞ്ഞു? മോൾ എന്ത് പ്രശ്നം ഉണ്ടാക്കി? ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല അച്ഛാ. ഒരു സ്കൂട്ടർ വാങ്ങി തരുമെന്ന് ചോദിച്ചു. അതും ഏട്ടന്റെ പൈസയിലൊന്നല്ല, എന്റെ പൈസ തന്നെ. പക്ഷെ അതിനാണ് ഇപ്പൊ ഇത്രയൊക്കെ പറയുന്നത്. പിന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചു. അതവർക്കൊക്കെ വലിയ നാണക്കേടാണത്രേ. ഞാൻ നാട് മുഴുവൻ കറങ്ങാൻ നടക്കുകയാണ്, വീട്ടിൽ ചീത്തപ്പേര് കേൾപ്പിക്കും, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ഇതെല്ലാം കേട്ട് ഞാൻ മിണ്ടാണ്ട് നിൽക്കാനാ? നിങ്ങളത് എങ്ങനെയൊക്കെ പറഞ്ഞു? അവള് നോക്കാം, അവൾക്കറിയില്ലേ? നിങ്ങളൊക്കെ ചായ കുടിക്കാൻ കറിയല്ലേ ചീത്തപ്പനുണ്ടാക്കി തിരിച്ചു വരിക? വെറുതെ അല്ല വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ സംസ്കാരമാണല്ലോ മോൾ ഇവിടെ വന്ന് കാണിക്കുന്നത്. തെറ്റ് ആര് ചെയ്താലും അത് ചോദിക്കുന്നതാണ് ഞങ്ങളുടെ പാരമ്പര്യം. അതാണ് ഞാൻ എന്റെ ഭാര്യ ഇവിടെ പഠിപ്പിച്ചു വിട്ടത്. അല്ല എന്ത് തെറ്റാണുള്ളത്? അത് ശരി, ഇവൾക്കൊരു ജീവിതം കൊടുത്ത എന്റെ മോനും ഞാനും തെറ്റുകാരായി. അവൾ മര്യാദ രാമനായതുകൊണ്ടാ എന്തൊക്കെ ഇവള് പറഞ്ഞാലും ഒന്നും കേൾക്കാതെ പോലെ ക്ഷമിച്ച് നടക്കുന്നത്. അതിന് നിങ്ങളുടെ മോളുടെ പേര് എന്റെ മോന് കിഴങ്ങൻ. ഇപ്പൊ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മുഖത്ത് കിഴങ്ങെന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കുവോ? എന്താ മോള് നീ കിഴങ്ങെന്ന് പറഞ്ഞാല്? ഇല്ല അച്ഛാ, ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഏട്ടൻ ചെയ്തു തരുമ്പോ അമ്മയാ പറയാ കിഴങ്ങനാണ്, അതുകൊണ്ടാ ചെയ്തു കൊടുക്കണത്. കണ്ടോ, ഇവൾ അതും കൂടി എന്റെ തലക്കിടാൻ വേണ്ടി നോക്കുന്നത്. നിന്റെ അച്ഛൻ ഇവിടെ വിളിച്ചു വരുത്തിയത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ടാ? പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നല്ല ഞാൻ. പിറന്നാളായിട്ട് മോളിൽ കാണാൻ വന്നതാ. എന്തൊരു കഷ്ടമാ. മക്കളെ പൊന്നുപോലെ നോക്കിയിട്ട് വേറെ വീട്ടിൽ അയക്കുമ്പോ ഇതാണ് അവസ്ഥ.
മോള് വീട്ടിലോട്ട് വരുന്നുണ്ടാ? ഇല്ല ഇപ്പൊ വരണില്ല. ഞാൻ ഏട്ടനും കൂടി വേറൊരു ദിവസം വരാം. ശരി മോളെ. ഇന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഓ, അതെനിക്കറിയാം. അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ. ഇന്ന് എന്റെ പിറന്നാളാ. എല്ലാ വർഷവും വീട്ടിൽ നന്നായിട്ട് ആഘോഷിക്കുമായിരുന്നു. അപ്പൊ അമ്മ എപ്പോഴും പായസവും സദ്യയൊക്കെ ഉണ്ടാക്കായിരുന്നേ. ഒരു സമാധാനമില്ല അന്ന് വീട്ടിലിരുന്നിട്ട്. അപ്പൊ അച്ഛൻ്റെ കയ്യിൽ കുറച്ച് പായസം കൊടുത്തു വിട്ടതാ, നമുക്ക് കൊണ്ടു തരാൻ വേണ്ടിട്ട്. പായസം കൊണ്ടുതരാൻ വന്നതോ അതോ നീ നിന്റെ അച്ഛനെ മനഃപൂർവ്വം ഇങ്ങോട്ട് വിളിച്ചു വരുന്നതോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ടോ? നിന്റെ അച്ഛൻ ഇവിടെ വന്നിട്ട് പുള്ളിന്റെ വായിരിക്കുന്ന മുഴുവൻ അമ്മേനോട് വിളിച്ചു പറഞ്ഞ് അമ്മേനെ ഇവിടുന്ന് കരയിപ്പിച്ചിട്ട് ഒരു കൂസലാണ്ട് ഇറങ്ങി പോവാ അല്ലേ? അമ്മേനെ കരയിപ്പിച്ചെന്നോ? അങ്ങനെ ഇവിടെ നടന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാടി നീ നിന്റെ അച്ഛനെ മുന്നിൽ വെച്ചിട്ട് എന്റെ അമ്മയോട് അത്രയും വൾഗറായിട്ട് സംസാരിച്ചത്? നിനക്ക് കുറച്ച് മാന്യത ഉണ്ടെങ്കിൽ നിന്റെ അച്ഛനാണ് അവിടെ ഇരിക്കുന്നത്, എന്റെ അമ്മയാണ്, കുറച്ചൊക്കെ ബഹുമാനിക്കണം എന്നുള്ള വിവരം ഉണ്ടാവട്ടെ നിനക്ക്. അതിനാരും ഇവിടെ ബഹുമാനക്കുറവൊന്നും കാണിച്ചിട്ടില്ല. അമ്മ തന്നെയാണ് വേണ്ടത് ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. അച്ഛൻ പായസം തന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോവാൻ നിന്നതാ. അതിന്റെ ഇടയ്ക്ക് ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അച്ഛന് വെറുതെ പ്രകോപിപ്പിച്ചത് അമ്മയാ. എന്റെ അമ്മേനോട് നുണ പറഞ്ഞു എന്നാ? എടി, എന്റെ അമ്മ ജീവിതത്തിൽ ഇതുവരെ നുണ പറഞ്ഞിട്ടില്ല. നീ വിചാരിക്കുന്ന തരത്തിലുള്ള ആളല്ല എന്റെ അമ്മ. നീയാണ് ഇവിടെ ഓരോന്നും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ബാക്കിയൊരു നുണ പറഞ്ഞു എന്ന്. ഞാനിവിടെ എന്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പറയുന്നത്? ഒന്ന് തെളിച്ച് പറഞ്ഞതാ. അമ്മ പറഞ്ഞത് മാത്രം കേട്ടാ പോരല്ലോ, കുറച്ചുകൂടി ഭാര്യ പറയുന്നത് കൂടി കേൾക്കാനുള്ള മനസ്സ് കാണിക്കേ. ഇത് ഒരാൾ പറയുന്നത് മാത്രം കേട്ടിട്ട് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എടിതാ, നീ കൂടുതൽ വാചകം അടിക്കാൻ നിൽക്കണ്ട. മര്യാദയ്ക്കൊന്ന് വീട്ടിൽ വന്നിട്ട് ബിഹേവ് ചെയ്യാൻ പഠിക്കും. നിനക്ക് കുറെ ഫ്രണ്ട്സ് ഇല്ലേ കല്യാണം കഴിഞ്ഞു പോയത്? അവരോടൊക്കെ ഒന്ന് ചോദിക്കും അവരുടെ അമ്മായിമ്മേനോടും അമ്മായച്ചനോടും അവരുടെ ബ്രദേഴ്സിനോടും സിസ്റ്ററിനോടും ഒക്കെ എങ്ങനെ അവർ ബിഹേവ് ചെയ്യുന്നതെന്ന്. അത് കേട്ട് പഠിച്ചിട്ട് വാ. അതുപോലെ ഇവിടെ ചെയ്യാൻ നോക്ക്. ഇത് ഒന്നും അറിയണ്ട, എവിടുന്ന് എഴുന്നാലും വന്നിരിക്കുക. ഒരു വായിൽ വരുന്നത് വിളിച്ച് പോവുക ആരോഗ്യത്തിലോട്ട്. നീ എന്താ വിചാരിച്ച എന്റെ കുടുംബത്തെ കുറിച്ച്? നിന്റെ കുടുംബത്തെ എടുത്താൽ മതി ആ സ്വഭാവം. എന്താ ചെയ്യേണ്ട ദൈവം? എന്ത് പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ. അമ്മ പറയുന്നത് മാത്രം വേദവാക്യം. എന്നൊന്ന് കേൾക്കാൻ പോലും റെഡിയല്ല. ആള് ശുദ്ധനാ, എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷെ അമ്മ മോന്റെ മനസ്സിൽ മുഴുവൻ വിഷം കുത്തി വെച്ചിരിക്കല്ലേ. അതിപ്പോ എങ്ങനെയാ ഒന്ന് മനസ്സിലാക്കിപ്പിക്കുക? സത്യം അറിയണ്ടല്ലേ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രം ഒന്ന് പുറത്ത് ചായ കുടിക്കാൻ പോകാൻ പറ്റില്ല, ബൈക്ക് വാങ്ങണ പ്രശ്നം. അവരൊക്കെ ഏത് നൂറ്റാണ്ടല്ലേ ജീവിക്കുന്നത്? ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. എന്താ ചെയ്യാ?